ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ദോശയ്ക്ക് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഉപയോഗിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ച് ഇത് ലൂസായി പോകും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കട്ടയൊന്നും ഇല്ലാണ്ട് വേണം നമുക്കിത് ഒന്ന് ഈ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ എൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിനാണ് കേട്ടോ നമുക്ക് ഈ മാവ് വേണ്ടത്. ഇനി നമുക്ക് ഈ ദോശ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു കുഴിയൻ തവിക്ക് ഞാൻ ഒരു തവിയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. തിന്നാക്കിയിട്ട് വേണം കേട്ടോ ഒന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് ഒരുപാട് കട്ടിയിൽ പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ തിന്നാക്കി പരത്തുവാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് തിന്നാക്കിയിട്ട് പരത്തണം എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഇത് മറിച്ചിടാൻ. കാരണം ഇത് ഭയങ്കര തിന്നായതുകൊണ്ട് ചിലപ്പോൾ കീറിപ്പോകാം. അപ്പം ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം 2 സൈഡും ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഇത് മറിച്ചിടാൻ പോവാണ്. നമ്മൾ ഈ ഒരു സൈഡിൽ വേണം നമുക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാനൊന്ന് ഈ തേങ്ങയൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിൻ്റെ സെൻറ്ററിൽ വേണം കേട്ടോ ഇതേപോലെ തേങ്ങ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് ഇതൊന്ന് ചുരുട്ടിയെടുക്കുക കേട്ടോ ഇതിനെ. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായി ചുരുട്ടിയിട്ടുണ്ട്. ഇനി 2 സൈഡും മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മുരിച്ചെടുക്കുക. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ മൈദദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മുടെ കോക്കനട്ടും എല്ലാം ഉണ്ട്. നല്ല സോഫ്റ്റാണ്, അതേപോലെ നല്ല തിന്നുമാണ് കേട്ടോ ഇത്. ഞാനൊന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം ഇതെങ്ങനെയുണ്ടെന്നുള്ളത്. നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാം, ഈസിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.